അങ്ങോട്ട് വന്നു. മറ്റേ ഫൈറ്റിന്റെ പോർഷൻ മാത്രം എന്റെ കൂടെ ഇരുന്നു, അത്ര തന്നെ. അത് കാരണം പുള്ളി അത്രയും ഫൈറ്റ് അത്രയും ചെയ്തു എന്ന് പുള്ളിക്കൊരു ഇതുണ്ടായിരുന്നു, ഐഡിയാസ് ഉണ്ടായിരുന്നു ചെയ്തത്. അതിന് മാത്രം എന്റെ കൂടെ ഇരുന്നുണ്ടായിരുന്നു. സുമതി വളവിന്റെ ഫുൾ മിക്സിംഗ് വിഷ്ണു അല്ലായിരുന്നേ? പിന്നല്ല, അത് ഫുൾ ടൈം. അത് അതിന് ഇവൻ അടിപൊളി വന്നപ്പോഴേക്കും ശരി ഏട്ടാ, താങ്ക് യു. ഇത് നിങ്ങളെ കേൾപ്പിച്ച വേറൊന്നുകൊണ്ടല്ല, ഇത് നിങ്ങൾ ഇന്ന് പലരും മറ്റേ ഇതാക്കി ഇട്ടേക്കുന്ന ഞാൻ കണ്ടു, കാർഡാക്കി ഇട്ടേക്കുന്ന കണ്ടു. അതായത് വിഷ്ണു സംവിധാനം മിക്സിംഗ് ചെയ്ത പോലും ഉണ്ണിമൂന്ന് ഇതിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ആദ്യത്തെ ചോദ്യം എനിക്കറിയാം, എന്താണ് ഉണ്ണിമൂന്ന് ഇതിലെ റോഡ് എന്നൊരു ചോദ്യമായിരിക്കും ഇതിൽ പലർക്കും ചോദിക്കാനുള്ളത്. ആദ്യമേ ഞാൻ പറയാം, സുമതി വളവിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചെറിയ പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു പുള്ളിനെ. എന്തോ ചോദിച്ചാൽ പറഞ്ഞു വിഷ്ണുവിനെ വെച്ച് പടം ചെയ്തെന്ന് പറഞ്ഞു. വിഷ്ണുവിന് സംവിധാനം അറിയില്ലെന്ന്. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാൾ നിൽക്കേണ്ടൂടെ, നിങ്ങൾക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്, ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചിട്ടുള്ളത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്, അവരെ വിളിച്ചു വെച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെ ഞാൻ വിളിച്ചു കൊടുക്കുകയും, അപ്പം പുള്ളി തന്നെ അന്ന് എൻ്റെ അടുത്ത് ഇത് അസൂയയുടെ പുറത്തുള്ളതാണെന്നും മറ്റെന്തോ ഒരു വേർഡ് ഉപയോഗിച്ചു, ഇത് പറഞ്ഞിട്ടാണ് ഇത്. അന്ന് അദ്ദേഹത്തെ മറ്റൊരാളും കൂടെ വിളിച്ചിരുന്നു ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അവർ ഞാൻ പുറകെ പറയാം. അപ്പൊ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശേഷങ്ങനെ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഉണ്ണിമൂന്നൻ ഇന്നലെ വിളിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യമാണ്, കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണിമൂന്നൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്, അവരുടെ വീട്ടിൽ ചെല്ലണം ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്.